ഏറ്റവും വലിയ യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴും ഇറാൻ എന്ന രാജ്യത്തിന് നമ്മുടെ ഇന്ത്യയോടുള്ള സ്നേഹം അത് പുറത്തറിഞ്ഞത് വാക്കുകളിൽ കൂടിയല്ല, മറിച്ച് പ്രവർത്തികളിൽ കൂടി തന്നെയാണ്. അതായത് 93,000 മെട്രിക് ടൺ LPGയുമായി 2 ഇന്ത്യൻ ടാങ്കറുകൾ ഇറാൻ്റെ അനുമതിയോടെ ഹോർമൂസ് കടലിടുക്ക് കടന്നുവെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും. ഇത്രയും ലഭിച്ച സ്ഥിതിക്ക് ഇനി കൂടുതൽ ടാങ്കറുകൾക്ക് അനുമതി ലഭിക്കാൻ ഇറാനുമായി ചർച്ച നടത്തുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ മനസ്സുകളിൽ ഇറാൻ്റെ സ്ഥാനം വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇറാൻ പ്രധാനമന്ത്രിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ഇന്ത്യൻ LPG ടാങ്കറുകൾക്ക് കഴിഞ്ഞതെന്നും ഇതേ കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞു. തൊട്ടടുത്തു നിൽക്കുന്ന അയൽ രാജ്യങ്ങളെപ്പോലും തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഇറാൻ ഇന്ത്യയോട് കാണിക്കുന്ന ഈ സ്നേഹം പുറത്തു പറയാൻ പലർക്കും മടിയുണ്ടെങ്കിലും ഈ നമ്മുടെ രാജ്യത്തിന് അടുപ്പ് പുകയണമെങ്കിൽ ഇറാൻ വിചാരിക്കണമെന്നുള്ളൊരു സത്യമാണ് ഇതിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതാർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിനുള്ളതിൻ്റെ തെളിവും സൂചനയുമാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. ചർച്ചകൾക്ക് ശേഷം ഇറാൻ സമ്മതിച്ചത് പ്രകാരം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് കടലിടുക്ക് കടന്ന് ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. ഇവ മാർച്ച് 16, 17 തീയതികളിൽ ഇന്ത്യൻ തീരം തൊടും. ഇന്ത്യയിൽ വലിയ രീതിയിൽ ഇപ്പോൾ ലഭ്യമാകാത്ത തരത്തിലുള്ള ഈ ഗ്യാസ് പ്രതിസന്ധി അത് തീരാൻ പോവുകയാണ്. ഹോട്ടലുകൾ പകുതിയും അടഞ്ഞുകിടക്കുന്ന ഈ രാജ്യത്ത് അടുക്കളയിൽ പോലും അന്നം നിഷേധിക്കപ്പെട്ട ഈ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടായ വേറൊരു കാലഘട്ടമേ ഉണ്ടായിരുന്നില്ല ചരിത്രത്തിൽ. അവിടെയാണ് പല രാജ്യങ്ങളെയും മറന്ന് ഇറാൻ ഇന്ത്യക്ക് അന്നമൊരുക്കാൻ മുന്നിൽ നിന്നത്. മറ്റെല്ലാവരും മറന്നാലും അത് മറക്കാൻ ഇന്ത്യക്കാവില്ല എന്നുള്ളതാണ് സത്യം. ഖത്തറിലെ റാസ് ലഫാൻ മേഖലകളിൽ നിന്ന് ടാങ്കറുകളിൽ നിന്നാണ് LPG നിറച്ചത്. 22 ഇന്ത്യൻ എണ്ണ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവയ്ക്കും സുരക്ഷിത പാത ലഭിക്കുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. കാരണം ഇറാൻ നൽകിയത് അത്രയ്ക്കും വലിയൊരു സ്നേഹമാണ്, അത്രയ്ക്കും വലിയൊരു സംരക്ഷണം കൂടിയാണ്. അതിനിടയിലും ഈ രാഷ്ട്രീയം പറയാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ഒരു വൃത്തികേടായി ഇന്ത്യ വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു. അതായത് പരിഭ്രാന്തി പരത്താനും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാനും കോൺഗ്രസ് ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഇതിനെല്ലാം ഇടയിൽ നമുക്കറിയാം, ചരിത്രമറിയുന്ന ഓരോ ആളുകൾക്കും അറിയാം, ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യവും വെച്ച് ഇറാനെ ഇത്രയും അടുത്തൊരു രാഷ്ട്രമാക്കി മാറ്റിയത് പണ്ട് ഭരിച്ചവർ തന്നെയാണ്. ആ ചരിത്രവും പാരമ്പര്യവും വെച്ച് പലസ്തീനെ അനുകൂലിച്ചവരാണ് ഇന്ത്യക്കാർ. ഇന്ദിരാഗാന്ധിയെ സഹോദരി എന്ന് വിളിക്കുകയായിരുന്നു പാലസ്തീൻ്റെ നേതാവ് യാസിർ അറാഫത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയുണ്ടായിരുന്ന ആ ബന്ധത്തെ ഇസ്രായേൽ സ്നേഹത്തിൻ്റെ പേരിൽ തകർത്തത് ആരാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ 1 മാസമായിട്ടില്ല മോദി സുഹൃത്തു മാത്രമല്ല തൻ്റെ സഹോദരൻ കൂടിയാണെന്ന് പറഞ്ഞതും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു. പക്ഷേ അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ അവരുടെ ആരുടെയും സഹായം ഇന്ത്യക്ക് കിട്ടിക്കാണുന്നില്ല. അമേരിക്കയും ട്രംപും നരേന്ദ്രമോദിക്ക് തേനും പാലുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ബന്ധങ്ങൾ വേണ്ട എന്നല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷേ എല്ലാവരെയും പട്ടിണിയിൽ നിർത്തുമ്പോഴും ഇന്ത്യയെ സഹായിച്ച ഇറാൻ്റെ മനസ്സ് അത് ഇന്ത്യയോടുള്ളൊരു സ്നേഹമാണ് കാണിച്ചത്.